അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എക്സൈസിന്റെ കണ്ണിൽപ്പെടാതെ ലഹരി എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അത് സേഫായിട്ട് വിട്ടുതീർക്കലാണല്ലോ. അങ്ങനെ സിന്തറ്റിക് ലഹരി വിൽക്കാൻ ജിംനേഷ്യം മറയാക്കിയ യുവാക്കൾ കഴിഞ്ഞ മാസം പിടിയിലായ വാർത്ത ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ആ കേസിൽ പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ബംഗളൂരുവിൽ താമസിച്ച് കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ കടത്തുന്നവരെ അവിടെ എത്തിയാണ് ആലപ്പുഴ നൂറനാട് പോലീസ് പിടികൂടിയത്. നൂറനാട് പടനിലത്ത് ജിംനേഷ്യം നടത്തുന്ന അഖിൽനാഥിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം 47.37 ഗ്രാം MDMA പിടികൂടിയിരുന്നു. അറസ്റ്റിലായ അഖിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൂറനാട് പാറ്റൂർ സ്വദേശി വിൻരാജിനെയും അടുത്ത ദിവസം പിടികൂടി. പവർ ഹൗസ് എന്ന ജിംനേഷ്യത്തിലെ പരിശീലകനായിരുന്നു വിൻരാജ്. ബംഗളൂരുവിൽ ലഹരിമരുന്ന് വാങ്ങാൻ പോയിരുന്നത് ഇരുവരും ഒന്നിച്ചായിരുന്നു. വർഷങ്ങളായി രാസലഹരിക്ക് അടിമകളായ ബോഡി ബിൽഡേഴ്സ് ജിംനേഷ്യത്തിലെത്തുന്ന യുവാക്കൾക്കും യുവതികൾക്കും MDMA ഉൾപ്പെടെ വിറ്റിരുന്നു. പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറനാട് CI ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലെത്തി. കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശി മുഹമ്മദ് ജാബിദ്, മുഹമ്മദ് സഹൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിന് സമീപം തുണിക്കട നടത്തുന്ന മുഹമ്മദ് ജാബിദ് വർഷങ്ങളായി നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. ആഫ്രിക്കൻ പൗരന്മാരിൽ നിന്നാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതെന്നാണ് പ്രതികളുടെ മൊഴി. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ.